ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു അവാർഡ് വാങ്ങാനാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ സ്റ്റാറ്റസൊക്കെ കണ്ടപ്പോൾ ചോദിച്ചത് എന്താണ് ഏതാണ് എന്നൊക്കെ. അപ്പം അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് വാരി വിതറുന്നത്. അതിട്ടപ്പോൾ ഒരു ഗ്ലോ കണ്ടില്ല എൻ്റെ ഫേസിൽ, ഒരു തിളക്കം, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഈ ഉറക്കപ്രാന്തിൽ ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. മിതുവായിട്ട് ആക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനും വല്യമ്മയും സ്നേഹയും കൂടെ അവൻ്റെ കാറിൽ പോവുകയാണ്. നമ്മളോട് എത്താൻ പറഞ്ഞത് മാനാഞ്ചിറ സ്ക്വയറിൻ്റെ അവിടെയാണ് കേട്ടോ. അവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. നമ്മൾ പോകുന്ന സ്ഥലം കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഗോകുലം കൺവെൻഷൻ ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി. നമ്മളപ്പോൾ കറക്റ്റ് ടൈമിന് അവിടെ എത്തി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബസ്സും വന്ന് ഫുള്ള് ലൈറ്റും സെറ്റപ്പൊക്കെ ആക്കിയുള്ള ബസ്സായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് വേഗം സീറ്റ് പിടിച്ച് ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കണ്ടത് ഫുള്ള് ഡിസ്കോ ഡാൻസ്, ബ്രേക്ക് ഡാൻസ്, അങ്ങനെ പലവിധ ഐറ്റങ്ങളായിരുന്നു. അവിടെ എത്തുന്നവരെ ഈ കാണുന്നവർക്കൊന്നും സീറ്റേ വേണ്ടില്ലായിരുന്നു ഗൈസ്. ഞാൻ പിന്നെ ആദ്യം തന്നെ പോയി സൈഡ് സീറ്റ് പിടിച്ച് എനിക്ക് നല്ല കാറ്റും വെളിച്ചൊക്കെ വേണം കേട്ടോ കിടക്കുമ്പോൾ. അപ്പോൾ നല്ല സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങാൻ വിചാരിച്ചു. പക്ഷേ ഈ ഉച്ചയും വെള്ളത്തിനുള്ള എങ്ങനെയൊക്കെയോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കോട്ടപ്പുറത്തുള്ള ഒരു വികാസ് എന്ന് പറഞ്ഞുള്ള സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് ഒന്ന് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഫുഡൊക്കെ കഴിച്ചിറങ്ങാനുള്ളൊരു സൗകര്യം ഒരുക്കി തന്നത്. വളരെ നീറ്റായിരുന്നു. നമ്മുടെ റൂമായിരുന്നു കേട്ടോ അത്. വരുമ്പോൾ നല്ല കുട്ടപ്പിയായിട്ട് വന്നതാണ്. ഇപ്പോൾ കാറ്റടിച്ച് മുടിയൊക്കെ മറ്റേ സ്പ്രിങ് പോലെ പൊന്തി നിൽക്കുകയാണ് ഗൈസ്. ഇനിയൊന്ന് ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കണം. ഉറങ്ങാനുള്ള സമയമില്ല. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഹാളിൻ്റെ ഡോർ ഓപ്പൺ ആയപ്പോൾ നമ്മൾ വരിവരിക്കാൻ തന്നെ എല്ലാവരും ചായ കുടിക്കാൻ പ്ലേറ്റൊക്കെ എടുത്ത് പോയിരുന്നു. നല്ല കുറുമക്കറിയും നല്ല വെള്ളപ്പമായിരുന്നു കേട്ടോ. ഒരു കോഫി ഉണ്ടായിരുന്നു, ലൈറ്റ് മധുരമായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രിയിലായിരുന്നു വന്നത്, അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. നേരെ പോയി റൂമിലേക്ക് പോയിട്ട് ഫ്രഷായി മാറ്റി താഴത്തേക്ക് ഇറങ്ങുക ചെയ്ത്. നേരെ വെളുത്ത് കാണുമ്പോൾ ഒരു വിൻറ്റേജ് ലുക്കുള്ളൊരു ഹോസ്റ്റലിലാണ് നമ്മൾ ഇന്നലെ കിടന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാനൊക്കെ വിചാരിച്ച ഒരു 4 ചുമരുള്ള ചെറിയ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കുന്ന, പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരു ലുക്ക്, ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളത്. ഇത് ഉണ്ണീഷും മാതാവുമാണ് തോന്നുന്നത്, എനിക്കറിയില്ല. എന്തായാലും ഈ ഫൗണ്ടൈൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫിഷൊക്കെ ഉള്ള അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയ വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിക്കാണ് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്തത്. ഞാൻ സ്നേഹം കുറേ എടുത്തിരുന്ന് അങ്ങോട്ട് തപ്പി ഇങ്ങോട്ട് തപ്പി അങ്ങനത്തെ രീതിയിലായിരുന്നു. അങ്ങനെ വലിയ ബ്രൈറ്റ്നസ് ഒന്നും ഇല്ലായിരുന്നു. കണ്ണാടിക്കായാലും നമ്മൾ മേക്കപ്പ് ചെയ്തൊരു ലൊക്കേഷനായാലും. ഈ കാണുന്നവരൊക്കെ നമ്മുടെ കൂടെയുള്ള ഗ്യാങ്ങാണ്. നമ്മൾ ഇന്നലെ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഒരു അടിപൊളി പച്ചക്കറി മാർക്കറ്റ്, ഒരു ചന്ത തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ മേലോട്ട് നോക്കിയപ്പോൾ ഒരു എയറോപ്ലെയിൻ അത് പറന്നു പോകുന്നു. കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മൾ നേരെ കൺവെൻഷൻ സെൻറ്ററിലേക്ക് വിട്ടു. ഗോകുലം കൺവെൻഷൻ സെൻറ്റർ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷേ സെറ്റപ്പ് പറയാൻ വാക്കുകളില്ല ഗൈസ്. എല്ലാ സൗകര്യങ്ങളുണ്ട്. ഒരു 1500-ൽ പരം ആൾക്കാരെ ഒരു ഇത്ര ഫ്രീ ആയിട്ട് ഇരുത്താൻ കഴിഞ്ഞെങ്കിൽ അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഒരു തിങ്ങിയിരിക്കുന്നതോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഫുൾ സെൻട്രലൈസ്ഡ് AC ആയിരുന്നു. സുഖമായിരുന്നു. നമ്മുടെ പരിപാടിയുടെ പോസ്റ്റർ കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. അങ്ങനെ മെയിൻ എൻട്രൻസ് തുറന്ന പാടനെ കാണുന്നത് സാഫിൻ്റെ ടീമിൻ്റെ പ്രൊഡക്ട്സാണ്. ഒരുപാട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെ ഉണ്ട്. നമുക്കിവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. നല്ല പാക്കിംഗ് ആണ്. ഫുള്ള് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഈ പ്രോൺസിൻ്റെ ഒക്കെ ഈ ചെമ്മീനില്ല ഡ്രൈ ആയിട്ടുള്ള അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പാക്കറ്റ്സ് ആയിരുന്നു ഇത്. നല്ല രസമുണ്ടായിരുന്നു. ഓരോന്നിനും സെപ്പറേറ്റ് പാക്കറ്റ്സ് ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ ഉണക്കമീനിൽ തന്നെ പല പല ഉണക്കമീൻസ് ഉണ്ടാവുള്ളൂ. അപ്പം അതിനനുസരിച്ച് വേറെ വേറെ കളേഴ്സ് ആയിരുന്നു പാക്കറ്റ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സഫലത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും ഒരു അടിപൊളി ഹാൻഡ് ബാഗ് കിട്ടി. നല്ല രസമുണ്ടായിരുന്നു.
നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കോട്ടൺ ഒരു ബാഗ് അടിപൊളിയായിട്ടില്ലേ, വലിയ വേറെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് അടിപൊളി ഒരു കോഫിയും പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു കേക്ക്, ചെറിയ കപ്പ് കേക്കായിരുന്നു കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഹോളിലേക്ക് കയറി നല്ലൊരു ഫ്രണ്ടിൽ അടിപൊളി ചെയറും നമ്മൾ പിടിച്ചു കേട്ടോ. പിന്നെ ഫുള്ള് സെൻട്രലൈസ്ഡ് എ സി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഗുണം ഇപ്പോൾ എന്താ നല്ല മനസ്സിലായി. കാരണം നമുക്ക് പരിപാടി ആസ്വദിച്ച് തന്നെ കാണാൻ പറ്റും, ചൂടെടുക്കില്ല. ഈ ചൂട് കാലത്തൊക്കെ പുറത്തൊക്കെയാണ് വെച്ചാൽ നമ്മൾ പെട്ട് നമ്മൾ മുഖത്തെ സന്തോഷം കണ്ടില്ലേ ഗൈസ്, ഒരു അവാർഡ് വാങ്ങാൻ പോകുന്നതിൻ്റെ ഒരു കുളിസാണിത്. ഉണക്കച്ചെമ്മീൻ യൂണിറ്റിന്റെ പേര് ഗാഥനാണ്. പ്രധാനമായും ചെമ്മീനാണ് വൃത്തിയാക്കി ഉണക്കി വിപണികളിൽ എത്തിക്കുന്നത്. രാവിലെ ഒരുമിച്ച് കൂടുന്ന ഇവർക്ക് കടൽ നൽകുന്ന വരുമാനം ചെറുതൊന്നുമല്ല. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് സാഫ് മുഖേന തീരമൈത്രി പദ്ധതിയിലൂടെ ആരംഭിച്ചതാണ് ഈ യൂണിറ്റ്. നിരവധി പേരാണ് ഈ യൂണിറ്റിലൂടെ ഇന്ന് വരുമാനം കണ്ടെത്തുന്നത്. കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇവരുടെ ഉണക്കച്ചെമ്മീനും. അങ്ങനെ സാഫിൻ്റെ തണലിൽ വളർന്നു വന്ന ഓരോരോ സംരംഭങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതുപോലെ എത്രയോ ജീവിതങ്ങൾ മാറ്റിമറിച്ച ഒരുപാട് സംരംഭകരെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഭയങ്കര ഹാപ്പിയായിരുന്നു. ചില ആളുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെക്കാട്ടിയും ഊർജ്ജസ്വലരായ കുറേ ആൾക്കാരെ ഞാൻ കണ്ട്. പക്ഷെ അവരെ വയസ്സ് അവരുടെ ആരോഗ്യത്തിൽ ഒരു എന്താ പറയുക, ഒരു തളർച്ചയും കൊടുത്തിട്ടില്ല പറയില്ലേ. ഇപ്പോഴും മനസ്സ് ഭയങ്കര യങ്ങാണ്. അവരുടെ ശരീരത്തിന് മാത്രമുള്ളൂ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളത്, പക്ഷെ മനസ്സുകൊണ്ട് അവർ യങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ ഈ സ്റ്റേജിലൊക്കെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള ഒരുപാട് സംരംഭകരെ ഇവിടെ വെച്ചിട്ട് ആദരിച്ചു. അതിലൊരു ചെറിയൊരു പാർട്ടാണ് ഞങ്ങൾക്കും കഴിഞ്ഞു. ഇപ്പം വല്യമ്മൻ്റെ ഈ സംരംഭം 15 കൊല്ലമായിട്ട് ഇങ്ങനെ മൂവായും കൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരു ചെറിയ പാർട്ടാകാൻ കഴിഞ്ഞാൽ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഞ്ച് കൂപ്പൺ കിട്ടി. അപ്പോൾ അതുമായിട്ട് നമ്മൾ നേരെ ഹോളിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. നമ്മൾ മനസ്സറിഞ്ഞ് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നെയ്ച്ചോറും ഒരു ചിക്കൻ്റെ ഗ്രേവിയും കുറച്ച് ഉപ്പേരി സാലഡ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ചൊരു ഫിഷ് കറിയും ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു സാലഡും അടിപൊളിയായിരുന്നു. അതിന് ശേഷം നമുക്ക് ഡെസേർട്ട് പുള്ളിയായിരുന്നു, ഐസ്ക്രീമും കസ്റ്റേർഡും. വാ അരെ വാ, നമ്മൾ രണ്ടാമതും പോയി വാങ്ങി കഴിച്ചു ഗൈസ്. സാഫിന്റെ 20ാമത് വാർഷികാഘോഷ പരിപാടികൾ 2026 ഫെബ്രുവരി 19 ഇന്ന് രാവിലെ മുതൽ നടത്തപ്പെടുകയാണ്. പ്രവർത്തനോദ്ഘാടനം, ധനസഹായ വിതരണം, അവാർഡ് വിതരണം, സാഫ് അപ്പാരൽ ബ്രാൻഡ് പ്രകാശനം, സാഫ് സംരംഭകരുടെ കലാപരിപാടികൾ, അനുഭവങ്ങൾ പങ്കുവെക്കൽ, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ നടക്കും. ബഹുമാനപ്പെട്ട മത്സ്യബന്ധന സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ അങ്ങനെ നമ്മുടെ മന്ത്രി തിരി തെളിയിച്ചു ഗൈസ്. അതിൻ്റെ ആഘോഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വേണ്ടിയില്ല, പരിപാടി ഉഷാറായി നടന്നുകൊണ്ടേയിരുന്നു. ചെറിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു. അധികം നേരം അങ്ങനെ ലാഗടിപ്പിച്ചില്ല. വേഗം ഇനി ഇതിന് ശേഷം സ്റ്റേജ് പരിപാടികളുണ്ട്. അതിനു മുന്നേ കുറച്ച് അവാർഡ് ദാനങ്ങളുണ്ടായിരുന്നു. ഒരുപാട് സംരംഭകർ, പുതിയതായിട്ടുള്ള കുറേ സംരംഭകരുണ്ടായിരുന്നു. അവർക്കൊക്കെ അവാർഡ് ഉണ്ടായിരുന്നു. പുതിയ ഒരു യൂണിറ്റിൻ്റെ ഒരു തുടക്കം കൂടി ഉണ്ടായിരുന്നു. ഒരു യൂണിറ്റിൻ്റെ പുതിയൊരു സംരംഭം, പുതിയൊരു ലോഗോ പ്രസിദ്ധീകരണമാണ് ഇപ്പോൾ കണ്ടത്. അവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് മാക്സി കളക്ഷൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ക്ലോത്ത് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ, പാറ്റേണൊക്കെ. അങ്ങനെ നമുക്കുള്ള അവാർഡാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അടിപൊളി ഫീലിംഗ് ആട്ടോ. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഒരു അവാർഡൊക്കെ വാങ്ങുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഒരു എന്താ പറയുക, ഒരു ഷാൾ നമ്മളങ്ങനെ വിരിപ്പിക്കില്ലേ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അവാർഡൊക്കെ വാങ്ങി നല്ല സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. ആ ഷിവറിങ് അങ്ങോട്ട് മാറി കിട്ടിട്ടോ. അതിനുശേഷം സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നു. നല്ല നല്ല ഡാൻസസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കണ്ടിരുന്നു, നമ്മൾ അവസാനം വരെ ഉണ്ടായിരുന്നു. നല്ല രസത്തിൽ കണ്ടിരുന്നു.
ഈവനിങ് ആയപ്പോൾ നമുക്കൊരു ഗ്ലാസ് നല്ല കാപ്പിയും ഒരു പഴംപൊരിയും കഴിച്ചു ഗൈസ്. ഈ ഉണക്ക പഴംപൊരി കഴിക്കാൻ നമ്മൾ വരുന്നു ഗൈസ്. അപ്പം നമ്മളെ കൺവെൻഷൻ സെന്ററിനോട് ടാറ്റാ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു ബിരിയാണി അടിച്ചു. നല്ല ആരോഗ്യം കിട്ടുന്നുണ്ട് ഗൈസ്, കുറച്ച് ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ ഫ്രം പെൻസ്കോട്ട്. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കണേ. ബൈ.